അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ഭാഗത്തിൽ സകാത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചും അത് നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചത്. ഇന്ന് സക്കാത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായ ഫിത്തുർ സക്കാത്തിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. സക്കാത്ത് രണ്ട് വിധത്തിലാണുള്ളത്. ഒന്ന് സക്കാത്തുൽ ബദൻ, അതല്ലെങ്കിൽ ഫിത്തുർ സക്കാത്ത്, ശരീരത്തിൻ്റെ സക്കാത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന സക്കാത്താണ്. മറ്റൊന്ന് സക്കാത്തുൽ മാല് അഥവാ സമ്പത്തിൻ്റെ സക്കാത്താണ്. ഇൻഷാ അല്ലാഹ് സക്കാത്തുൽ മാലിനെ കുറിച്ച് അടുത്ത ഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. റമദാനിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായി വരുന്നത് സക്കാത്തുൽ ഫിത്തുർ സക്കാത്തിനെ സംബന്ധിച്ചുള്ള അറിവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നമ്മുടെ ചർച്ച ആദ്യം നമ്മൾ കൊണ്ടുപോവുകയാണ്. ഹിജറ 2-ാം വർഷമാണ് ഫിത്തുർ സക്കാത്ത് നിർബന്ധമാകുന്നത്. നിസ്കാരത്തിൽ നമുക്ക് സംഭവിക്കുന്ന പോരായ്മകൾ പരിഹരിക്കാൻ സഹുവിൻ്റെ സുജൂദ് ചെയ്യുന്നത് പോലെ നോമ്പനുഷ്ഠിച്ച ഒരു മനുഷ്യന്റെ നോമ്പിൽ വന്നുപോയ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ ഒരു അമലാണ് ഫിത്തുർ സക്കാത്ത് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. തൻ്റെയും താൻ ചിലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകളുടെയും പെരുന്നാൾ രാവിലെയും പകലിലെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം മുതലായ ചെലവുകളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും മിച്ചമുള്ള എല്ലാവർക്കും ഫിത്തുർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി മാറുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിലെ അധികം ആളുകളും ഫിത്തുർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി വരുന്നവരുമാണ്. ആ ഫിത്തുർ സക്കാത്ത് കൃത്യമായി കണക്കാക്കി അത് അർഹരായ ആളുകളിലേക്ക് എത്തിക്കുക എന്നത് വിശ്വാസികളുടെ നിർബന്ധ ബാധ്യതയാണ്. ഫിത്തുർ സക്കാത്തിന്റെ സമയം ആരംഭിക്കുന്നത് ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടത് മുതലാണ്. ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായിട്ടാണ് അതിൻ്റെ സമയം. കാരണമില്ലാതെ പെരുന്നാൾ നിസ്കാരത്തെയും വിട്ട് അതിനെ പിന്തിക്കൽ കറാഹത്താണ് എന്നും പെരുന്നാൾ ദിവസത്തെയും വിട്ടു പിന്തിക്കൽ ഹറാമാണ് എന്നും ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയത് കാണാം. ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടത് മുതലാണ് ഫിത്തുർ സക്കാത്തിന്റെ സമയം ആരംഭിക്കുന്നത് എങ്കിലും ഇതിൽ തഅജീല് പറ്റും, അഥവാ നേരത്തെ തന്നെ കൊടുക്കൽ അനുവദനീയമാണ് എന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയത് കാണാം. എങ്കിൽ പോലും നാം ആ ഫിത്തുർ സക്കാത്ത് നൽകിയ വ്യക്തി അദ്ദേഹം പെരുന്നാളിൻ്റെ മാസപ്പിറവി കാണുമ്പോഴും ഫിത്തുർ സക്കാത്ത് വാങ്ങാൻ അർഹനായിരിക്കണം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇനി എത്രയാണ് ഫിത്തുർ സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടത്? ഫിത്തുർ സക്കാത്തായി നമ്മൾ കൊടുക്കേണ്ടത് ഒരു സ്വാ ആണ്. ഒരാൾക്ക് ഒരു സ്വാ എന്ന തോതിലാണ് കൊടുക്കേണ്ടത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആളുകളെ തൊട്ടും കൊടുക്കണം. ഒരു വീട്ടിൽ 8 അംഗങ്ങൾ ഉണ്ടെങ്കിൽ ആ 8 പേർക്കും ഫിത്തുർ സക്കാത്ത് കൊടുക്കണം. 4 പേരുണ്ടെങ്കിൽ ആ 4 പേർക്കും നമ്മൾ കൊടുക്കണം. ശവ്വാലിന്റെ മാസപ്പിറവി കാണുന്നതിന് തൊട്ടു മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ ആ കുഞ്ഞിനും നാം ഫിത്തുർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. മാസപ്പിറവിക്ക് ശേഷം ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ഫിത്തുർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധവും ഇല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്വാ വീതമാണ് നമ്മൾ നൽകേണ്ടത്. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 4 മുദ്, അതല്ലെങ്കിൽ 3 ലിറ്റർ 200 മില്ലി ലിറ്റർ എന്നൊക്കെയാണ് അതിൻ്റെ കണക്ക് വരുന്നത്. ആ കണക്കനുസരിച്ച് കൃത്യമായി നമ്മൾ നൽകണം. കിലോഗ്രാമിൽ ഇത്ര എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെടാത്തത് കൊണ്ട് തന്നെ സൂക്ഷ്മതയ്ക്ക് അധികം നൽകേണ്ടത് അത്യാവശ്യമാണ്. കഴിയുമെങ്കിൽ നമുക്കിന്ന് ലഭ്യമായ മുദ്ദുപാത്രം വാങ്ങി അതിൽ കൃത്യമായി അളന്നു കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നാം തൂക്കി നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ കൃത്യമായി അർഹരായ ആളുകളിലേക്ക് നാം ആ ഫിത്തുർ സക്കാത്തിനെ എത്തിച്ചു കൊടുക്കുക എന്നത് വളരെ അനിവാര്യമാണ്. ഇനി എന്താണ് ഫിത്തുർ സക്കാത്തായി കൊടുക്കേണ്ടത് എന്നാണ്. ഫിത്തുർ സക്കാത്തായി നമ്മൾ കൊടുക്കേണ്ടത് ഗാലിബ് ഖൂത്തിൽ ബലദ് എന്നാണ് ഫുഖഹാക്കൾ അതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയത്. നാട്ടിലെ മുഖ്യ ആഹാരമായി ഉപയോഗിക്കുന്ന ധാന്യം ഏതാണോ ആ ധാന്യമാണ് ഫിത്തുർ സക്കാത്തായി നമ്മൾ കൊടുക്കേണ്ടത്. വലാ യജൂസുൽ ഖീമത്തു എന്ന് ശാഫിഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അതിൻ്റെ വില നൽകിയാൽ മതിയാവുകയില്ല, മറിച്ച് ആ ധാന്യമായി തന്നെ നൽകൽ നിർബന്ധമാണ് എന്ന്
ഷാഫിഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും കൃത്യമായി അളന്ന് ആ ധാന്യം, നമ്മുടെ നാട്ടിലെ മുഖ്യാഹാരം അരിയായതുകൊണ്ട് അരി അത് അർഹരായ ആളുകളിലേക്ക്, സക്കാത്തിന്റെ അവകാശികളിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യുന്ന സന്ദർഭത്തിലോ അതല്ലെങ്കിൽ വിതരണം ചെയ്യാൻ ഏൽപ്പിക്കുന്ന സന്ദർഭത്തിലോ അത് കൃത്യമായി അളന്ന് മാറ്റിവെക്കുന്ന സന്ദർഭത്തിലോ ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഫിത്ർ സക്കാത്താണ് എന്ന് കൃത്യമായി നിയ്യത്ത് നാം ചെയ്തിരിക്കണം. ഏതൊരു അമലിനും എന്ന പോലെ ഫിത്ർ സക്കാത്തിനും നിയ്യത്ത് അനിവാര്യമാണ്. ആ നിയ്യത്ത് ഈ ഒരു സന്ദർഭങ്ങളിൽ നാം നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ്. അതുപോലെ പ്രായപൂർത്തിയും സാമ്പത്തിക ശേഷിയുമുള്ള മക്കളുടെ സക്കാത്ത് പിതാവോ മറ്റോ കൊടുക്കുന്നുണ്ട് എങ്കിൽ അവരുടെ അനുവാദം വാങ്ങിയിരിക്കേണ്ടതും അത്യാവശ്യമാണ്. അവരോട് ഇങ്ങനെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു അനുവാദം, അവരുടെ ഒരു സമ്മതം വാങ്ങേണ്ടതും അനിവാര്യമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. എല്ലാവരും കൃത്യമായി ഫിത്ർ സക്കാത്ത് അർഹരായ ആളുകളിലേക്ക് നൽകുകയും അത് കൃത്യമായി വീട്ടാനാവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.